സനാതനധർമ്മത്തിനെതിരായ പരാമർശത്തിൽ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന് താത്കാലിക ആശ്വാസം. സുപ്രീംകോടതി അനുമതിയില്ലാതെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യരുത് എന്നാണ് നിർദ്ദേശം. വിവിധയിടങ്ങളിലെ കേസുകൾ ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഇത് പരാമർശം നടത്തിയിട്ട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്ന നിർദ്ദേശം എന്ത്? അനുജ, ഈ സനാതന ധർമ്മത്തിനെതിരായ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ പരാമർശത്തിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലൊടുവിൽ ബീഹാറിലും അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ കേസുകൾ വിവിധയിടങ്ങളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഒരിടത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയെ ഉദയനിധി സ്റ്റാലിൻ സമീപിച്ചതും. അതിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, ഇനി സുപ്രീം കോടതിയുടെ ഉത്തരവില്ലാതെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതിയില്ലാതെ ഒരു കേസും രജിസ്റ്റർ ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് നൽകിയിരിക്കുന്നത്. അത് ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ച് അതൊരു ആശ്വാസം നൽകുന്നത് കൂടിയാണ്. കാരണം കൂടുതൽ കേസുകൾ ഇനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൽ സുപ്രീം കോടതിയുടെ അനുമതി വേണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഹർജിയിൽ നേരത്തെ ഉദയനിധി സ്റ്റാലിനെതിരെ സുപ്രീം കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. ഈ പറഞ്ഞതിന്റെ അനന്തരഫലം എന്തെന്ന് ഉദയനിധി സ്റ്റാലിൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരു മന്ത്രിയാണ് എന്നതുകൂടി ഉദയനിധി സ്റ്റാലിൻ മനസ്സിലാക്കണമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ഘട്ടത്തിൽ ഈ ഹർജിയിൽ പരാമർശം ഉദയനിധി സ്റ്റാലിനെതിരെ നടത്തിയിരുന്നു. എന്തായാലും ഇനി ഈ ഹർജി ഏപ്രിൽ 21-നാണ് പരിഗണിക്കാനായി മാറ്റിയിരിക്കുന്നത്. അനുജ, ശരി. സുപ്രീം കോടതി അനുമതിയില്ലാതെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യരുത് എന്നുള്ളതാണ് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഉദയനിധി സ്റ്റാലിന്റെ പരാമർശത്തിൽ കോടതിയുടെ ഇടപെടൽ ആ തരത്തിലേക്ക് ഉണ്ടായിരിക്കുന്നു.